ബിനുപപ്പിൻ്റെ കാര്യം പറയാനില്ല. അയ്യോ, ബിനു ആയാലും ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും, മണിയമ്പിളി രാജേട്ടനായാലും ഇതെന്തറിയാമോ, അതിൻ്റെ ഒരു ക്രെഡിറ്റ് തരൺമൂർത്തിക്കുണ്ട്. തരണിൻ്റെ ചെറിയ 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 വേഷങ്ങൾ അഭിനയിക്കുന്നവരും തരൺ അത് പെർഫോം ചെയ്യിക്കാനറിയാം, തരൺ ആക്ട് ചെയ്യാനറിയാം, തരൺ ഈ മോഡുലേഷൻ അറിയാം, തരൺ ആ ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും. ചില സ്ഥലത്തൊക്കെ നിങ്ങളറിയാത്ത പല വോയിസും പല ആളുകളുടെയും ജൂനിയേഴ്സൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളി ഇതിനകത്ത്. അതൊക്കെ എന്ത് പെർഫെക്ഷനാണ് ഡബ് ചെയ്തിരിക്കുന്നറിയാം. ഏതൊക്കെ വോയിസ് വേണം ചെയ്യും. ഇനി ഒന്നും വേണ്ട, അതിനകത്ത് ആ നിങ്ങൾ ഒരു ആരും പറയണ്ട, ആ പോലീസ് സ്റ്റേഷനിലെ ആ ഫൈറ്റിൻ്റെ ഇടയിൽ മുകളിലേക്ക് ചാടി വരുമ്പം അവിടെ ഒരു പാട്ടുണ്ട്, കാടേറും കൊമ്പാന്ന്, അത് എഴുതിയ തരൺമൂർത്തിയാണ്. അതിന് ലിറിക്സിൽ പേര് വെച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഒരുപാട് കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ മേഖല അതിൻ്റെ ഒരു എളിമയും ഉണ്ടെന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ ഒരു അഹങ്കാരമില്ല, ചിരിച്ച മുഖമല്ല. എഴുതാനറിയാം, പറയാനറിയാം, അഭിനയിക്കാനറിയാം, വായിക്കാനറിയാം, എല്ലാം എന്താ വെച്ചാൽ ഡയറക്റ്റ് ചെയ്യാൻ എല്ലാ കഴിവുകളും കൂടെ കിട്ടുമ്പോഴാണല്ലോ ഒരാൾ നല്ലതാവുന്നത്. അല്ല വെറുതെ നാഷണൽ അവാർഡ് കിട്ടിയല്ല, അല്ല ഞങ്ങൾക്ക് നല്ല കോമ്പിനേഷനാണ്. കാരണം വെച്ചാൽ ടെക്നിക്കലി കാര്യങ്ങളും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ നമ്മൾ അതിനകത്ത് വേറെ കാര്യം ചിലത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്യാമറമാൻ ഷാജിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഷോട്ട് ബൈ ഷോട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ഓരോ ഷോട്ടുകൾ എടുക്കാൻ അയാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രയത്നമുണ്ട്. കാരണം ഈ ഫോറസ്റ്റിലൊക്കെ എന്താ അല്ലെന്നറിയാമോ പാട്. ഈ മഴയത്ത് ഞങ്ങൾ അത് മഴയത്തായിരുന്നു ഷൂട്ട് മൊത്തം. ഈ ഫോറസ്റ്റിൽ പോയാൽ മഴയത്ത് എവിടെ നിൽക്കാനാ? എത്ര കൂടാരം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും? നനയും, അതിഭീകരമായിട്ട് നനയും. നനഞ്ഞിട്ട് ഈ നനഞ്ഞതോടുകൂടി നിന്ന് ഷൂട്ട് ചെയ്യുക. പിന്നെ എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ ഈ മഴയത്തുമൊക്കെ ഷൂട്ട് ചെയ്ത്. അയ്യോ, ഞാനതുകൊണ്ട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഷാജിക്ക് ഇതുവരെ പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ നല്ല ഗംഭീരമായി വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കഠിനാധ്വാനിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എല്ലാവരെയും പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ ഞാൻ ജേക്സ് ആയാലും ബാക്കിയുള്ള ജോകുൽദാസ് ആയാലും ഇതുപോലത്തെ ഡിക്സൺ ആയാലും ഇതിൻ്റെ പ്രധാനപ്പെട്ടവർ മുഴുവനും ഇതിനകത്ത് ഗംഭീരമായി വർക്ക് ചെയ്തതാണ്. ബിനുപപ്പ് ഉൾപ്പെടെയുള്ള, ഞാനത് പേര് പറയാത്ത എന്താ പറയുക, ഇത്രയും ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ അതുകൊണ്ട് ഒന്നിച്ച് പറയാണ്, ഇത് അവരുടെ മുഴുവൻ വിജയമാണ്. ഇതിനകത്ത് ചെറിയ ആളുകൾ തൊട്ട് ഈ പ്രൊഡക്ഷൻ ബോയ്സ് തൊട്ട് ഇതിനകത്ത് കഷ്ടപ്പെട്ടൊരു വിഭാഗമുണ്ട്. ഈ യൂണിറ്റ്, ക്രെയിന്, അത് ആർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ സ്മോക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന, വനത്തിൽ കൂടെ നടക്കുന്ന നടപ്പ്, ഈ യൂണിറ്റുകാരുടെ ഞാൻ ചോദിക്കുന്നത് എന്ത് സുരക്ഷിതത്വം ഉണ്ടായിട്ടാണ് ഇവർ നമ്മൾ അവിടെ പോയി അത് വെക്കും ഇത് വെക്കും എന്ന് പറയുമ്പോൾ കാട്ടിക്കയറി വെക്കുന്നത്? എന്താ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഏത് മൃഗവും വേണേൽ ആക്രമിക്കുന്ന സമയത്തൊക്കെ ഉള്ള സമയത്ത് അങ്ങനത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൽ വർക്ക് ചെയ്ത മുഴുവൻ പേരുടെയും വിജയം തന്നെയാണ്. പിന്നെ അവരെല്ലാവരും സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സിനിമയുടെ ഭാഗമായതിൽ. കാരണം ആ ഒരു സന്തോഷം അതെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് രഞ്ജിത്തേട്ടൻ്റെ കാലഘട്ടത്ത് 100 കോടി 50 കോടി 500 കോടിയൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇത് രഞ്ജിത്തേട്ടൻ അനുഭവിച്ചു അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഞാനിത് 35ാമത്തെ വർഷമാണ്. നമ്മൾ ഈ കളക്ഷൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിങ്ങനെ അത് പ്രേക്ഷകരിങ്ങനെ ഇടിച്ചു തിയേറ്ററിൽ കയറിയിട്ടുണ്ടാകുന്ന കാര്യമാണ്. എനിക്ക് ഈ 100 കോടിയും 200 കോടിയും ഒന്നും പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് പണ്ട് തൊട്ടുള്ള സന്തോഷമാണ് തിയേറ്ററിന് മുമ്പിൽ അത് ഇങ്ങനെ ടിക്കറ്റ് കിട്ടാതെ ഒരു അവസ്ഥയിലൊക്കെ ആളൊക്കെ ഇതൊന്നും ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. ഒരു നല്ല സിനിമ ഉണ്ടാക്കിയാൽ മാത്രമല്ലേ അത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സന്തോഷിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് ബാക്കിയുള്ള ഇവിടുത്തെ ഈ പറയുന്നതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ കണക്കിനേക്കാളൊക്കെ ഉപരി ഈ കാശ് കൊടുത്ത് കണ്ടവരെല്ലാവരും ഈ സിനിമ കണ്ടിട്ട് ഒരക്ഷരം നമ്മളെ പ്രാകാതെ തന്ന കാശാണിത്. കാരണം മനസ്സ് നിറഞ്ഞ സിനിമ കണ്ടവരാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഈ കോടിയൊന്നുമല്ല. ഇപ്പം എത്രയായി അങ്ങനെ കൃത്യമായ കണക്കുകൾ ഞാൻ എന്ന് വെച്ചാൽ എടുക്കാനുള്ളൂ അല്ല, അത് വെച്ച് പറയാത്തതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പറയാം. ഞാനതല്ലാതെ എന്നെ ഒരു എക്സാജറേറ്റ് ചെയ്തൊരു കണക്ക് പറയുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ അലി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ല. കറക്റ്റായിട്ട് കണക്ക് പറയും എന്ന് പറയും. എല്ലാവരും അറിയും. അത് മാത്രമല്ല ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്, ഈ ആരും പറയാത്തൊരു കാര്യമുണ്ട്. ഇത്ര ലക്ഷം പേര് കണ്ടു ഈ സിനിമ എന്നുള്ളത്. എല്ലാ DCRലും
ഇതിൻ്റെ നമ്പർ ഓഫ് ഓഡിയൻസ് എന്നൊരു കോളമുണ്ട്. ആ കോളം വെച്ച് നമ്മൾ ഓരോ ദിവസവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന് എൻ്റെ ലാസ്റ്റ് ഡേയിൽ എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ലക്ഷം കേരളത്തിലെ പേര് കണ്ടു എന്ന് പറയുന്നത് അതാണോ വലുത്? അതാണ് പ്രേക്ഷകർ കാണുന്നതാണ് വലുത്. അതാണ് ഏറ്റവും വലുത്. അത് ഞാൻ ചെയ്യും എന്തായാലും. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.